ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 8 ഇഞ്ച് സീലിംഗ് എക്സോസ്റ്റിനെയാണ്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും, ഇത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതില്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എക്സോസ്റ്റ് സീലിംഗ് ആണിത്. അപ്പോൾ സീലിംഗ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഫ്ലെക്സിബിൾ പൈപ്പ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് വലിച്ചു നീട്ടിയാൽ ഒരു കഷ്ടിച്ചൊരു മീറ്റർ വരെയൊക്കെ കിട്ടും. 4 ഇഞ്ചാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടാവുക. 8 ഇഞ്ചാണ് നമുക്ക് വലി കിട്ടുന്നത്. 4 ഇഞ്ചാണ് ഔട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. പിന്നെ വലിയുണ്ട്, അത്യാവശ്യം കുറച്ച് എക്സോസ്റ്റ് നല്ല ലോങ്ങിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കൊരു ഡെറ്റിലേക്കൊക്കെ തള്ളിയിട്ട് പുറത്തേക്ക് ഇടണമെങ്കിൽ ഉള്ള ഒരു അത്യാവശ്യമുള്ള വലി കിട്ടുന്ന ഒരു ഫാനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ PVC ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് പൈപ്പാണിത്. അപ്പോൾ ഇത് കൂടുതൽ വലിച്ചു കിട്ടാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇതിനില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതാണെന്നുള്ളൂ. പക്ഷേ അതല്ലാതെ നമുക്ക് എക്സ്ട്രാ ഇത് അലുമിനിയായിട്ട് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട്, അപ്പോൾ ഇത് കുറച്ച് ഫ്ലെക്സിബിളൊക്കെ ആയിട്ട് നമുക്ക് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ തന്നെ ഇവിടെ 2 സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് വേണം. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിച്ചാൽ പോരില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഒരു വളരെ നൈസാണ്. അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് പിന്നെ കുറച്ച് കാലത്തൊന്നും അത്ര നല്ല പ്ലാസ്റ്റിക് ആയിരിക്കില്ല. അപ്പോൾ ആ നിലവിൽ ആ ഡെറ്റ് കണ്ട ആ കാഴ്ചയിലുള്ള ആ ഇത് മാത്രമേ നമുക്ക് നീട്ടാൻ പറ്റുള്ളൂ. ഇത്ര ഫ്ലെക്സിബിളായിട്ടൊന്നും ഇത് നീട്ടാൻ കഴിയില്ല. നമുക്ക് നീട്ടി കഴിഞ്ഞാൽ തന്നെ അത് അത്ര ആ വലി കിട്ടില്ല. അപ്പോൾ അതിലും നല്ലത് നമുക്കിത് ഈ അലുമിനിയത്തിൻ്റെ ഫ്ലെക്സിബിൾ ഡെറ്റ് പൈപ്പ് മേടിക്കാൻ കിട്ടും. ഇതാണത് അലുമിനിയത്തിൻ്റെ പൈപ്പ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം എത്ര വേണമെങ്കിലും വലിച്ച് നീട്ടാം. പിന്നെ എങ്ങനെ ഫ്ലെക്സായിട്ട് നമുക്ക് വളയ്ക്കാം. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള സീലിങ്ങിലൊക്കെ നമുക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പൈപ്പിൽ ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് പുറത്തേക്ക് വലിക്കാം. പുറത്തേക്ക് വലിച്ചിട്ട് ഫാനിലേക്ക് ഇത് കറക്റ്റ് കുടുക്കി സ്ക്രൂ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് സീലിങ്ങിലേക്ക് കൊടുക്കാം. അതിനൊക്കെ ഉള്ള സംവിധാനം ഇത് ഒതുങ്ങി കിട്ടും. അതേമാതിരി ഫ്ലെക്സിബിൾ ആവും. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. അലുമിനിയം ഡെറ്റ് പൈപ്പ് ലൈൻ ആണ് ഇതിൻ്റെ പേര് പറയുന്നത്. അതിൽ കറക്റ്റ് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വളച്ച് ഏത് രീതിയിലും വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇത് അടുപ്പിനൊക്കെയാണ്, നമ്മൾ ചിമ്മിനിക്കൊക്കെ വരുന്നതാണ്. 4 ഇഞ്ചിൽ 6 ഇഞ്ചിലൊക്കെ വരുന്നതാണ്. ഇതിപ്പോൾ 4 ഇഞ്ചാണ്. നമുക്ക് 8 ബാത്റൂമുണ്ട്. എല്ലാം നമ്മൾ സീലിങ്ങിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സീലിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട്, ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നതാണെങ്കിൽ നമ്മളിത് കൊടുക്കുന്നില്ല. കാരണം നമുക്കൊരു വിശ്വാസക്കുറവുണ്ട്. അതായത് അത്രയൊക്കെ പണിയെടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു യൂസ്ലെസ് സാധനം കൊണ്ടേ കയറ്റുമ്പോൾ അതിനുള്ള ചിലപ്പം പേരുദോഷമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കിയിട്ട് ഈ സാധനം നമ്മൾ ഇതിൻ്റെ കൂടെ വരുത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൈപ്പ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേമാതിരി വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.